കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, കാൽവരി യാത്രയിലെ 2-ാം ദിനം നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു മിശിഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. അത് മറ്റേതൊന്നുമല്ല. നമ്മുടെ രക്ഷകനായ കർത്താവ് ഈ ഒരു നോയമ്പ് സമയത്ത് വിശ്വാസികളായി നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു നീതിമാൻ അവൻ്റെ ജീവിതത്തിൽ അവന് 2 കാര്യങ്ങൾ അവനുണ്ടാവണം. സാധാരണ നമ്മൾ ക്രിസ്ത്യാനികളെല്ലാം നീതിമാൻ എന്നറിയപ്പെടും അല്ലേ? ഞാൻ നീതിമാനാണ്, ഞാൻ എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോവും, എനിക്ക് കിട്ടുന്ന ഞാൻ പകുതി ദശാംശം ഞാൻ പള്ളിക്ക് കൃത്യസമയത്ത് കൊടുക്കും എന്നെല്ലാമാണ് ഒരു നീതിമാൻ പറയപ്പെടുന്നത്. പക്ഷേ നമ്മളിലും ചില വ്യക്തികളുണ്ട്, ഞാൻ വലിയ വ്യക്തിയാണ്, ഞാൻ നീതിമാനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു വചന ഭാഗത്ത് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന 2 കാര്യമാണ്. അതായത് ഈ 2 കാര്യം ഇതായിരിക്കും. ഈ 2 കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നീതിമാനാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ജനതയാണ്, ദൈവം അഭിഷേകം നൽകിയ മക്കളാണ് നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തെ കാര്യം, ഒരു നീതിമാന് ദയ ഉണ്ടാകണം. അവനോടൊപ്പം ആയിരിക്കുന്നവരെ അവരോട് മാത്രം ദയ കാണിക്കാൻ പാടില്ല. ഒരു നീതിമാൻ എല്ലാ വ്യക്തികളോടും, സമൂഹത്തിൽ പാവപ്പെട്ടവരോടും, രോഗികളോടും, ദരിദ്രനോടും, സഹായം അപേക്ഷിക്കുന്നവരോടെല്ലാം അവൻ ദയ കാണിക്കണം. അതോടൊപ്പം തന്നെ അവൻ സത്യസന്ധനായിരിക്കണം. ദയയും സത്യസന്ധനും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു വചനഭാഗം നമ്മൾ എടുത്തിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 19-ാം വാക്യമാണ്. നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് സ്വജനത്തെ പഠിപ്പിച്ചു. അവിടുത്തെ പാപത്തെക്കുറിച്ച് അനുതാപം നൽകി അവിടുത്തെ മക്കളെ പ്രത്യാശ കൊണ്ട് നിറച്ചു. ഒരു നീതിമാൻ ദയയുള്ളവനായിത്തീരണം. ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളെല്ലാവരും പാപം ചെയ്യും. ഈ പാപം ചെയ്തു നമ്മൾ വീണ്ടും പാപം ചെയ്യും. ഇന്ന് പാപം ചെയ്തു, നാളെ വീണ്ടും പാപം ചെയ്യും. പാപത്തിൻ്റെ യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം ഈ പാപത്തെ എല്ലാം നോക്കുന്നുണ്ട്, ഈ പാപത്തെ അറിയുന്നുണ്ട്. ഇന്നലെ എത്ര പ്രാവശ്യം പാപം ചെയ്തു, ഇന്ന് എത്ര പാപം ചെയ്തു. പാപത്തെ ക്ഷമയോടെ ദൈവം വീണ്ടും ഒരു അവസരം തരികയാണ്. എൻ്റെ മക്കൾ തിരിച്ചെൻ്റെ അടുത്ത് വരും. കാത്തിരിക്കുന്ന ദൈവം, സമാധാനം നൽകി കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മളുടെ കൂടെ ഉള്ളത്. സ്നേഹത്തിൻ്റെ ദൈവമാണ് നമ്മുടെ കൂടെ. നമ്മൾ മനസ്സിലാക്കണം, സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് രക്ഷ കടന്നു വരുന്നുണ്ട്, അനുഗ്രഹം കടന്നു വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അനുതാപം എല്ലാ ദിവസമാകാം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസം കർത്താവിനോട് നമ്മൾ അനുദപിക്കണം, അനുതാപം ഉണ്ടാവണം. കർത്താവേ, അന്നുപോയ തെറ്റുകൾ നീ ക്ഷമിക്കണമേ. നാളെ പാപം ചെയ്യാതെ കൃപയിൽ ജീവിക്കാൻ ഉള്ള ശക്തി എനിക്ക് നൽകണമേ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ പാപം ചെയ്തെന്ന് മാറിപ്പോവുകയാണ്, പക്ഷെ ദൈവത്തിൻ്റെ കരുണ അവിടെ കാണുന്നുണ്ട്. 2-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു സത്യസന്ധനായിരിക്കുക. ഒരു വിശ്വാസി എപ്പോഴും വളരെ നല്ല സ്വഭാവം, നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാവണം. നമ്മൾ നോക്കാം, സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ 12-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു, വ്യാജമായ വാക്ക് ക്ഷണികമാണ്. നമ്മൾ ഓർത്ത് നോക്കിക്കേ. വ്യാജമായി ജീവിക്കാതെ സത്യസന്ധനായി ജീവിക്കുക, സത്യവിശ്വാസിയായി ജീവിക്കുക. ഈ നോയമ്പ് കാലത്ത് നമുക്കും ഉണ്ടാകുന്ന 2 സ്വഭാവം. ഒന്ന്, നമ്മൾ ദയയുള്ളവനായി തീരട്ടെ. 2-ാമത്തത്, സത്യമായി നമ്മൾ ജീവിക്കാം. പ്രിയമുള്ളവരെ, ഈ നോയമ്പ് സമയത്ത് തമ്പുരാൻ നൽകുന്ന ഒരു വചനമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 19-ാം വാക്യം, സുഭാഷിതങ്ങൾ പുസ്തകങ്ങൾ 12-ാം അധ്യായം 12-ാം വാക്യം. ഈ 2 വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് എന്നും അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.